ജൂൺ 27 വെള്ളിയാഴ്ച പ്രദർശനത്തിലെത്തുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിനെതിരെ അപകീർത്തി പ്രചരണങ്ങൾക്ക് തടയിടാനുള്ള നീക്കം ചിത്രത്തിന്റെ റിലീസിംഗിന് മുമ്പേ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ നിർമ്മാതാക്കൾ. ആരാണ്? പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു മഞ്ജുവിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാതാക്കളായ 24 ഫ്രെയിംസ് ഫാക്ടറി. കഥാപാത്രങ്ങൾക്കെതിരെ അപകീർത്തികരമായി എന്തെങ്കിലും യൂട്യൂബിലോ അതുപോലുള്ള മറ്റ് സമൂഹ മാധ്യമങ്ങളിലോ വന്നാൽ, വാർത്തയായോ മറ്റോ ഓൺലൈനായോ വന്നാൽ കോടതി കയറ്റാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. ഒരു കണക്കിന് നോക്കിയാൽ നല്ലൊരു തീരുമാനമാണ്. മുകേഷ് കുമാർ സിംഗിന്റെ സംവിധാനത്തിൽ വിഷ്ണു മഞ്ജു പ്രധാന കഥാപാത്രമാകുന്ന കണ്ണപ്പ ശിവഭക്തനായ കണ്ണപ്പയുടെ കഥ പറയുന്ന ഒരു പുരാണ ചിത്രമാണ്. ഇതിലെ ഒരു ഇതിഹാസ കഥാപാത്രമായ കിരാതയെയാണ് നമ്മുടെ മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ശക്തവും തീവ്രവുമായ ഏവരെയും അതിശയിപ്പിക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യങ്ങളാണ് ചിത്രത്തിൻ്റെതായി കണ്ണപ്പയുടെ അണിയർ പ്രവർത്തകർ അടുത്തിടെ പുറത്തുവിട്ടത്. ദൃഢനിശ്ചയത്തോടെ ഏവരെയും ആകർഷിക്കുന്ന അസാമാന്യ സ്ക്രീൻ പ്രസൻസോടെ നടന്നു വരുന്ന മോഹൻലാലിന്റെ ആ ദൃശ്യങ്ങൾ ഏവരിലും രോമാഞ്ചമുണ്ടാക്കുമെന്നാണ് വന്നിരിക്കുന്ന കമന്റുകൾ. മോഹൻലാലിനും വിഷ്ണു മഞ്ജുവിനൊപ്പം മോഹൻകുമാർ, ശരത് കുമാർ, കാജൽ അഗർവാൾ തുടങ്ങിയ വൻ താരനിരയുമുണ്ട്. ചിത്രം തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഈ ജൂൺ 27 വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. സ്റ്റീഫൻ ദേവസിയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പൊതുസമൂഹവുമായി സംവദിക്കാൻ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അതിനാൽ എല്ലാ നിരൂപകരും ചിത്രം കണ്ട ശേഷം ഉള്ളടക്കത്തെ വിലയിരുത്താനും ഉദ്ദേശം മനസ്സിലാക്കാനും മുൻവിധികളോടെയുള്ള പക്ഷപാതങ്ങൾക്കോ പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കോ മുതിരാതെ, അടിമപ്പെടാതെ ഉത്തരവാദിത്വത്തോടെ അഭിപ്രായം പറയാനും അഭ്യർത്ഥിക്കുന്നു എന്നാണ് നിർമ്മാണ കമ്പനിയുടെ അഭ്യർത്ഥന. ക്രിയാത്മകമായ സൃഷ്ടികൾക്ക് നേരെയുള്ള ബോധപൂർവവും വിനാശകരവുമായ ആക്രമണം, അത് നേരിട്ടുള്ളതോ പേരിനെ കളങ്കപ്പെടുത്തുന്നതോ ആകട്ടെ, സംരക്ഷിത അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നും നിയമ നടപടികൾക്ക് വിധേയമായ ദ്രോഹമാണതെന്നും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും വ്യക്തമാക്കുന്നുവെന്നും 24 ഫ്രെയിംസ് ഫാക്ടറി പറയുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ചിത്രത്തിന്റെ അപകീർത്തിപരമോ നിയമവിരുദ്ധമായ പ്രദർശനത്തിലോ സ്ട്രീമിംഗിലോ ഏർപ്പെട്ടാൽ സിവിൽ, ക്രിമിനൽ, സൈബർ അധികാര പരിധി അടക്കമുള്ള എല്ലാ ഫോറങ്ങളിലും ഉചിതമായ നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് നിർമ്മാണ കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കണ്ണപ്പ വരട്ടെ. വിമർശിക്കുകയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അത് ഏത് ഭാഷയിലായാലും.